പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. റോസ് പ്രയർ ഗ്രൂപ്പ് എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി ഈ ഈ വൈകുന്നേര സമയത്ത് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഒരുക്കി തന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതേപോലെ ഈ റോസ് പ്രയർ ഗ്രൂപ്പിൻ്റെ ആത്മനായി പ്രവർത്തിക്കുന്ന സിസ്റ്റർ റോസിനെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. അതേപോലെ ഇതിൻ്റെ ആത്മനായി പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും, എല്ലാ പാസ്റ്റേഴ്സിനും, എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. അതേപോലെ തന്നെ എന്നെ ശ്രവിക്കുന്ന ഇതിലെല്ലാ മെമ്പേഴ്സിനും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. അതേപോലെ എന്നെ ഈ ഗ്രൂപ്പിലൂടെ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് ദൈവാത്മാവ് എനിക്ക് തന്ന ഒരു സന്ദേശമെന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്ന സ്തോത്രം. ആ ഓട്ടം ഓടുക എന്ന് പറഞ്ഞാൽ എബ്രായറിൻ്റെ പുസ്തകത്തിൽ 12-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. നമുക്ക് ആ വചനത്തെ ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവ് യേശു ക്രിസ്തുവേ, ഹല്ലേലൂയ, ഈ വചനത്തെ കരങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ഇത് ഈ വചനത്തിലൂടെ സംസാരിക്കാൻ അടിയന് ഭാഗ്യം തരണമേ. അപ്പോൾ സ്തോത്രം. എൻ്റെ നാവിൽ നിന്നുള്ള വാക്കുകളൊന്നല്ല, ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നതായിരിക്കണം. ഇത് അനേകർക്ക് ആശ്വാസമായിരിക്കണം. അനേകർക്ക് ഒരു ജീവിതത്തിൽ വ്യത്യാസം വരത്തക്ക രീതിയിൽ സംസാരിക്കുവാൻ അടിയന് ഭാഗ്യം കർത്താവേ. ഇത് ശ്രവിക്കുന്ന എല്ലാവരിലും ഒരു രൂപാന്തരവും അവർക്കൊരു അനുഗ്രഹമാക്കി മാറ്റത്തക്ക രീതിയിൽ ദൈവവചനം സംസാരിക്കാൻ അടിയന് ഭാഗ്യം തരണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിൽക്കുമാറാണമേ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് എബ്രായർ 12:1 ഒരു നിമിഷം നമുക്ക് ആ വചനത്തിലോട്ടൊന്ന് കടക്കാം. സ്തോത്രം. ഹല്ലേലൂയ. അതിൽ പറയുന്നത്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. പ്രിയ ദൈവമക്കളെ, ഈ വചനം നമ്മൾ ഒത്തിരി പ്രാവശ്യം പലരിലൂടെ കേട്ട ഒരു വചനമാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു വചനമാണ് ഈ വചനം. എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് എന്നോട് ഇത് സംസാരിക്കാൻ പറഞ്ഞത് കൊണ്ട് മാത്രം വീണ്ടും ആ വചനത്തിലൂടെ കടന്നു വന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ശ്രദ്ധയോടെ ഇരുന്ന ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് അത് എന്താണെന്ന് ഹല്ലേലൂയ ശ്രവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സ്തോത്രം. ഹല്ലേലൂയ. വെറുതെ നമ്മുടെ ഒരു ചെവി കൂടി കേട്ടിട്ട് അപ്പുറത്തെ ചെവി കൂടി കളയുന്നതല്ല ദൈവത്തിന്റെ വചനം. അതിന് മാറ്റമില്ലാത്തതാണ്. ആ വചനം നമ്മൾ അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ക്രിയകൾ നമുക്ക് കാണാൻ പറ്റും. പ്രിയ ദൈവം, അത് ശ്രദ്ധയോടെ ഇരിക്കുക, പ്രാർത്ഥനയോടെ ഇരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം. അതിൽ ആ വചനം ഒന്നുകൂടി നമുക്ക് വായിക്കാം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. സ്തോത്രം. ഇതിൽ നമുക്ക് ആദ്യത്തെ വാക്ക് സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം. പ്രിയ ദൈവമക്കളെ, ക്രൈസ്തവ ജീവിതത്തിലെ ഓട്ടക്കളത്തിലെ ഓട്ടമായും വിശ്വാസിയെ ഓട്ടക്കാരനുമായാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ സത്യത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് കൊണ്ടാണ് സാക്ഷികളെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. നമുക്ക് മുമ്പ് മരിച്ചുപോയ വിശുദ്ധന്മാർ നമ്മുടെ ഓട്ടത്തെ അഥവാ ജീവിതത്തെ നോക്കിക്കൊണ്ട് നമ്മുടെ ചുറ്റും ഹല്ലേലൂയ ചുറ്റും നിൽക്കുകയാണ് എന്ന ആശയമല്ല ഈ വാക്യത്തിലുള്ളത്. പിന്നെയോ ഹല്ലേലൂയ, മുൻ അധ്യായത്തിലെ വിശ്വാസ വീരന്മാർ ഹല്ലേലൂയ എപ്രകാരം തങ്ങളുടെ ഓട്ടം ഓടി തികച്ചുവോ അതുപോലെ നാമും നമ്മുടെ വിശ്വാസ ജീവിതം നയിക്കണമെന്നാണ് ഇവിടെ ഈ വാക്യത്തിലൂടെ, ഈ വചനത്തിലൂടെ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഹല്ലേലൂയ ഇവിടെ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം. രണ്ടാമത്തെ വാക്യം, ഒന്നാമത്തെ വാക്യത്തിലെ രണ്ടാമത്തെ വേർഡ് വരുന്നത് എന്ന് പറഞ്ഞാൽ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം. സ്തോത്രം. ഹല്ലേലൂയ. 2 കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഓട്ടക്കളത്തിൽ നിൽക്കുമ്പോൾ 2 കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം.
ഒന്നാമതായി പാപവും ഭാരവും വിട്ടൊഴിയണം. ഹല്ലേലൂയ. രണ്ടാമതായി നമ്മൾ യേശുവിനെ നോക്കിക്കൊണ്ട് വേണം ഓടാൻ വേണ്ടി. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓട്ടം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഭാരവും വെച്ചുകൊണ്ട് നമ്മൾ ഓടിയാൽ നമുക്ക് ആ ഓട്ടം തികക്കാൻ പറ്റത്തില്ല. പ്രിയ ദൈവമക്കളെ, നമ്മളെപ്പോഴും അതേപോലെ രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ഓട്ടം, ജീവിതത്തിലെ ഓട്ടം നമ്മൾ യേശുവിനെ നോക്കിക്കൊണ്ട് ഓടിയാൽ നിശ്ചയമായും നമുക്ക് ആ ലക്ഷ്യത്തിലെത്താൻ പറ്റും. നമ്മുടെ എപ്പോഴും ഫോക്കസ് യേശുവിലായിരിക്കണം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അതേപോലെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഓട്ടക്കാരൻ എപ്പോഴും ഭാരമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടല്ല ഓടിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അവനെ പരിശീലന കാലത്തെല്ലാം ശരീരത്തിൽ അവന്റെ വെയിറ്റ് കുറക്കാൻ വേണ്ടി, വെയിറ്റ് ലോസ് വരുത്താൻ വേണ്ടി അങ്ങനത്തെ ഫുഡും എക്സസൈസും എല്ലാം ചെയ്ത് അവന്റെ ബോഡിയുടെ വെയിറ്റ് കുറച്ചിട്ട് ഓട്ടത്തിന് വേണ്ടി അവന്റെ ശരീരം തന്നെ അവനൊന്ന് ആദ്യമേ ഒരുക്കിയിട്ടാണ് അവൻ ഓട്ടക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ. പിന്നെ പ്രിയ ദൈവമക്കളെ, നമ്മൾ ആ വ്യായാമ മുറകളെല്ലാം അനുഷ്ഠിച്ചുകൊണ്ടാണ് ഈ ഓട്ടക്കളത്തിൽ ഇറങ്ങുന്നത്. അതേപോലെ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ പാപമായ പ്രവർത്തികളും ചിന്താകുലങ്ങളും അവിശ്വാസവും ആഗ്രഹങ്ങളും മാനസികമായി നമ്മുടെ ഭാരമുണ്ടാക്കുന്ന, നമ്മുടെ ഹൃദയത്തിൽ ഭാരമുണ്ടാക്കുന്നതെല്ലാം നമ്മുടെ ചിന്തകൾ, ഹല്ലേലൂയ, നമ്മുടെ ഓരോരോ പ്രവൃത്തികൾ, പാപകരമായ പ്രവൃത്തികൾ, ഇങ്ങനെ ഇവയെല്ലാം നമ്മൾ ഉപേക്ഷിച്ചിട്ട് വേണം. നമ്മുടെ ഹൃദയത്തിൽ ഇതൊന്നും ഇട്ടുകൊണ്ട് ഓടിയാൽ ഓട്ടക്കളത്തിൽ നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല. പ്രിയതേ, ഇതെല്ലാം വിട്ടൊഴിഞ്ഞ് എല്ലാം നമ്മുടെ ഹൃദയം ശൂന്യമാക്കിക്കൊണ്ട് യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് ഓടിയാൽ മാത്രമേ പ്രിയതേ മക്കളെ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റത്തുള്ളൂ, നമുക്ക് ജയം പ്രാപിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസ വീരനായ കർത്താവിന്റെ മുഖത്ത് നമുക്ക് ഓടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ലജ്ജിക്കേണ്ടി വരില്ല. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇപ്പൊ എവിടെ നോക്കിയാലും നമ്മളിപ്പോൾ ഓടുമ്പോഴാണെങ്കിലും നമ്മുടെ വിശ്വാസ ജീവിതം പോകുമ്പോൾ നമ്മുടെ പഴയ പാരമ്പര്യങ്ങളും ആചാരങ്ങളെയും എല്ലാം നമ്മൾ അതെല്ലാം കൂടി, ആ ഭാരങ്ങളും എല്ലാം കൂടി പെറുക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ ഓടിക്കൊണ്ട് അതെല്ലാം വിട്ടൊഴിയണം. പഴയ പാരമ്പര്യ സ്വഭാവങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മളുണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായി വിട്ടൊഴിയണം. പ്രിയ നമ്മൾ എന്നിട്ട് വേണം നമ്മുടെ ഈ ഓട്ടക്കളത്തിൽ നമ്മുടെ കർത്താവിന്റെ മുഖത്ത് നോക്കി നമ്മളോട്. ഹല്ലേലൂയ. നമ്മളുടെ ഉള്ളിലുള്ള പാപം ഒന്നാമത് നമ്മളെ വിശ്വാസ ത്യാഗത്തിലേക്ക്, ആ പാപം ഒഴിയുമ്പോൾ തന്നെ നമ്മൾ ആ പാപം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിഞ്ഞു മാറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ വിശ്വാസ ത്യാഗത്തിലേക്ക് വഴി നടത്തുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിശ്വാസം വർദ്ധിക്കുകയാണ്. നമ്മളിലുള്ള എല്ലാ കുറവുകളും നീക്കി നമ്മുടെ പാപ സ്വഭാവങ്ങളെല്ലാം നമ്മൾ തന്നെ ശുദ്ധീകരിച്ച് നമ്മൾ തന്നെ അത് കഴിയുമ്പോൾ എന്താ നമ്മൾ ഹല്ലേലൂയ ഒരു ത്യാഗമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ പലവിധ ആഗ്രഹങ്ങളും എല്ലാം നമ്മൾ ഉപേക്ഷിക്കുകയാണ്. കർത്താവിന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കുകയാണ്. അപ്പോഴെന്താ അത് ചെയ്യുമ്പോഴെന്താ നമ്മളൊരു ത്യാഗമാണ് ചെയ്യുന്നത്. നമ്മളെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളുണ്ടായിരുന്നത് എല്ലാം നമ്മളുടെ പലവിധ ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ കർത്താവിൻ്റെ മുഖത്ത് നോക്കി ഓടിക്കൊണ്ടിരിക്കുന്നത്. പ്രിയ നമ്മൾ അങ്ങനെ നമ്മൾ ഓടുമ്പോൾ ഹല്ലേലൂയ ഒരുവന്റെ ചുറ്റും അവനെ വീഴിക്കാൻ കാത്തു നിൽക്കുന്ന, അഥവാ ഹല്ലേലൂയ അവനെ വിശ്വാസ ഓട്ടത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പാപങ്ങളും പിശാചിന്റെ തന്ത്രങ്ങളും എല്ലാം കൊണ്ട് നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പല രീതിയിൽ സാത്താൻ നമ്മളെ വീഴിക്കാൻ നോക്കും. നമ്മൾ മുന്നോട്ട് ഓടാണ്ടിരിക്കാൻ വേണ്ടി പല രീതിയിൽ തന്ത്രങ്ങൾ ഒരുക്കും. അതിൽ നിന്നെല്ലാം നമ്മൾ ഹല്ലേലൂയ അതെല്ലാം വ്യതിചലിച്ചുകൊണ്ട്, ഇല്ല പാരമ്പര്യങ്ങളൊന്നും വേണ്ട, കഴിഞ്ഞ കാലത്തിൽ എൻ്റെ ആഗ്രഹങ്ങൾ എനിക്കൊന്നും വേണ്ട, എനിക്ക് എൻ്റെ യേശുവിനെ മാത്രം മതി, യേശുവിൻ്റെ മുഖത്ത് നോക്കി മാത്രം യേശു പറയുന്നത് അനുസരിച്ച് ഓടാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രിയ ദൈവമക്കളെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരുങ്ങുക. കാരണം നമ്മൾക്ക് സമയമില്ല. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോഴെന്താ ചെയ്യേണ്ടത്? കർത്താവ് പറയുന്നത് അനുസരിക്കുക. കർത്താവ് പറയുന്നത് പോലെ സ്ഥിരത, അടുത്തതായിട്ട് പറഞ്ഞത് ആ വാക്യത്തിൽ തന്നെ ഉണ്ട്, സ്ഥിരതയോടെ ഓടാനാ പറഞ്ഞ സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ആ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട് നമ്മൾ സ്ഥിരതയോടെ, നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ആയിരിക്കണം. അത് പ്രിയ ദൈവമക്കളെ ക്ഷമയുടെയും സ്ഥിരതയുടെയും, നമ്മൾ ക്ഷമ വേണം, സ്ഥിരത വേണം. നമ്മുടെ മനസ്സെപ്പോഴും സ്ഥിരത ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അത് കാണുമ്പോൾ ഇത് കാണുമ്പോൾ അത് അങ്ങോട്ട് നോക്കിയാൽ, അല്ലെങ്കിൽ അവിടെ
പോയാൽ എന്തെങ്കിലും വിടുതലുണ്ടാവോ, ഇവിടെ പോയാൽ അങ്ങനെയുള്ള പല പല കൺഫ്യൂഷൻസ് ഒക്കെ ആയിട്ടൊക്കെ ഒന്നും നമ്മൾ ഓടിയിട്ട് നമുക്ക് ഓട്ടം തികക്കാൻ പറ്റില്ല പ്രിയ ദൈവമക്കളെ. അതുപോലെ നമുക്ക് ക്ഷമ വേണം. എല്ലാ കാര്യത്തിലും നമുക്കിപ്പോൾ ലഭിച്ചില്ലെങ്കിൽ, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ലെങ്കിൽ അപ്പം തന്നെ നിരാശപ്പെട്ടില്ല, ഇനി കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ ഇല്ല, കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ മറുപടി കിട്ടിയില്ല, അങ്ങനെ പറഞ്ഞു പോകാനല്ല പ്രിയ ദൈവമക്കളെ കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഓട്ടം തീർക്കണമെങ്കിൽ നമ്മൾ ദീർഘക്ഷമയുള്ളവരായിരിക്കണം. നമ്മൾ ക്ഷമിക്കാൻ പഠിക്കണം. നമ്മളോട് ഉപദ്രവിക്കുന്നവരോട് നമ്മൾ ക്ഷമിക്കാൻ പഠിക്കണം. അതുപോലെ നമ്മുടെ മനസ്സ് സ്ഥിരമായിരിക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചായ്വുണ്ടാകാൻ പാടില്ല. എപ്പോഴും കർത്താവിൽ തന്നെ ആശ്രയം വെക്കണം. എന്ത് നഷ്ടപ്പെട്ടാലും, എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റപ്പെട്ടു പോയാലും, എന്ത് സംഭവിച്ചാലും ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞു നിന്നാൽ മാത്രമേ നമുക്ക് ഈ ഓട്ടത്തിൽ നമുക്ക് ഓടി ജയിക്കാൻ പറ്റത്തുള്ളൂ പ്രിയ ദൈവങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ ഓടി തളർന്ന് നമ്മളെ പലവരും ഓടിക്കൊണ്ടിരിക്കുന്ന, ഇന്നും വിശ്വാസ ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അവരുടെ ഹൃദയത്തിൽ പലവിധ ഭാരങ്ങളുമായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓടാൻ പറ്റത്തില്ല പ്രിയ ദൈവങ്ങൾ. നമുക്ക് ഒരു മണിക്കൂർ പോലും നമുക്ക് ഓടാൻ പറ്റില്ല. കാരണം ഒത്തിരി ഭാരങ്ങളും പ്രയാസങ്ങളുമായിട്ട് നമ്മുടെ ഹൃദയം, ആ ഒരു ഹൃദയം വെച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും. ഓട്ടക്കളത്തിൽ നമ്മൾ ഓടുമ്പോൾ ഒത്തിരി ഭാരങ്ങളും പ്രയാസങ്ങളും നമുക്ക് ഓടാൻ പറ്റില്ല. ഇപ്പം നമ്മളുടെ ഉടുക്കുന്ന ഡ്രസ്സിൻ്റെ വെയിറ്റ് കുറച്ചാലും, നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കുറച്ചാലും, നമ്മുടെ മനസ്സിൻ്റെ ഭാരം കുറച്ചില്ലെങ്കിൽ നമുക്ക് ഓടാൻ പറ്റത്തില്ല പ്രിയ. നമുക്കത് പറ്റില്ല. നമ്മുടെ ശരീരം അതിനുവേണ്ടി ഒരുങ്ങൂല. അതുകൊണ്ട് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലെ എല്ലാ ഭാരങ്ങളും നീക്കി, എല്ലാവിധ പാപങ്ങളും മാറ്റി സ്വസ്ഥതമായിട്ട് നമ്മുടെ കർത്താവിൻ്റെ മുഖത്ത് നമുക്ക് ഓടിയാൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റും. കർത്താവ് പറയുന്നത് പോലെ ചെയ്തിട്ട് അത് അതുകൊണ്ട് പറഞ്ഞ പ്രിയതകളെ, നമ്മൾ ക്ഷമയോടും സ്ഥിരതയോടും ഓടിയില്ലെങ്കിൽ വിജയം കൈവരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രിയതകളെ, നമ്മൾ ഈ ദിവസങ്ങൾ ക്ഷമക്ക് വേണ്ടി അതുപോലെ നമ്മുടെ പാപങ്ങളെ കഴുകുവാൻ എല്ലാം നമ്മൾ ഈ ദിവസങ്ങൾ വേണ്ടിയല്ല ഒരുങ്ങ മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ലക്ഷ്യം വിദൂരമാണെന്നും ഓട്ടം പ്രയാസമാണെന്നും ചിന്തിക്കാൻ വേണ്ടി, ഹല്ലേലൂയ, നമ്മൾ ഈ ഓട്ടത്തിൽ ഉത്സാഹമില്ലാതായി തീരും. നമുക്ക് അങ്ങനെ പല പല ചിന്തകൾ വന്നാൽ നമുക്ക് ഉത്സാഹം വരില്ല, ഓടാൻ പറ്റില്ല. കാരണം നമുക്ക് എനർജി ഇല്ലാത്ത പോലെ ആയിപ്പോവും. ആ ഒരു ഫീല് വരാണ്ടിരിക്കാൻ നമ്മുടെ ഹൃദയത്തിലെ എല്ലാ ഫീലിങ്സ്, എല്ലാ വേദനകളുടെ, എല്ലാ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ മുറിവുകൾ എല്ലാം അതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് മാറ്റുക. എല്ലാവിധ പാപ സ്വഭാവങ്ങൾ മാറ്റുക. നമ്മുടെ ചിന്താഭാരങ്ങൾ, നമ്മുടെ ഭവനത്തിന്റെ വിഷയങ്ങൾ, ഇതെല്ലാം നമ്മളതെടുത്ത് മാറ്റുക. കർത്താവിന്റെ മുമ്പിൽ വരുമ്പോൾ ഈ വക ചിന്തകളൊന്നുമില്ലാതെ പരിപൂർണമായി നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചിട്ടുള്ള പ്രിയ ദൈവമക്കളെ, നമുക്ക് ഓട്ടക്കളത്തിൽ ഓടി ജയിക്കാൻ കഴിയും. നിശ്ചയമായിട്ടും ഓടി ജയിക്കാൻ പറ്റുമെന്ന കർത്താവ് യേശു ക്രിസ്തു നമ്മോട് സംസാരിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതമാവുന്ന ഓട്ടം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ ചുരുങ്ങിയ കാലം മാത്രമേ ഉള്ളൂ. ആ ഓട്ടം എത്ര നാളുണ്ടാവുന്ന ഇപ്പൊ ഈ കാലഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഓരോരുത്തരും അവനവന്റെ ജീവിതം എടുത്ത് നോക്കിയാൽ നമുക്ക് ഇനി അടുത്ത ദിവസം നമ്മൾ ഉണ്ടാവുമോ എന്നറിയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ട്. അതുകൊണ്ട് പ്രിയതമക്കളെ, നമ്മൾ ഓരോ നിമിഷവും നമ്മളെ തന്നെ ഒന്ന് പുതുക്കിക്കൊണ്ട് നമ്മളുടെ കുറവുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നിശ്ചയമായി നമുക്ക് ഈ ഓട്ടക്കളത്തിൽ ജയിക്കാൻ പറ്റും പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മൾ അതുകൊണ്ട് ഹല്ലേലൂയ, തളരാതെയും പതറാതെയും പിന്തിരിയാതെയും ലക്ഷ്യത്തിലെത്തുമെന്ന് ഉറപ്പോടെ കൂടി ഓടണമെന്ന് പറഞ്ഞ പ്രിയ ദൈവമക്കളെ. അതുപോലെ നമുക്ക് ലക്ഷ്യമുണ്ടല്ലോ പ്രിയ ദൈവമക്കളെ. ആ ലക്ഷ്യത്തിലെത്താനായി നമ്മൾ പതറാതെയും തളരാതെയും നമ്മൾ പിന്തിരിഞ്ഞ് നോക്കാതെ സാത്താന്റെ തന്ത്രങ്ങളൊന്നും പെടാതെ നമ്മൾ ഓടുവാൻ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. പരിശുദ്ധാത്മാന്റെ ശക്തിയാൽ നമ്മൾ ഓരോരുത്തരെയും ദൈവം അങ്ങനെ ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മളെല്ലാവരും നമ്മൾ കർത്താവിൽ ആശ്രയിച്ചു നിൽക്കുന്ന എല്ലാ ദൈവമക്കളോടും ദൈവത്തിന്റെ ആത്മാവ് പറയണം, നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സ് തളർത്താതെ പതറാതെ ഒന്നിനെ കുറിച്ചും വ്യാകുലപ്പെടാതെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് നിന്നാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത് അറിയാൻ പറ്റും പ്രിയ ദൈവമക്കളെ. ഈ ദിവസങ്ങളെ അങ്ങനെ ആയിരിക്കുക, നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി ഒരുങ്ങുക. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് അടുത്ത വാക്യം കൂടി ഒന്ന് വായിക്കാം. എബ്രായരുടെ 12:2 വാക്യം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ വഹിക്കുകയും ഹല്ലേലൂയ ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനും വിശ്വാസ
വിശ്വാസ ജീവിതത്തിന്റെ സമ്പൂർണ്ണ മാതൃകയും ക്രിസ്തുവിൽ നാം കാണുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയതേ, നമ്മൾ ആ കാണുന്നത് ഹല്ലേലൂയ, അത് വായിക്കുമ്പോൾ തന്നെ നമ്മറിയാലോ ആ ഒരു വിശ്വാസത്തിന്റെ നായകന്റെ മാത്രമല്ല ഹല്ലേലൂയ ലക്ഷ്യത്തിൽ ഹല്ലേലൂയ എത്തിക്കുന്നവൻ കൂടിയാണ്. അവൻ വിശ്വാസത്തിന് നായക മാത്രമല്ല, നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കുന്നവനും കൂടിയാണ്. ഹല്ലേലൂയ. മറ്റെല്ലാത്തിൽ നിന്നും ഓട്ടം മാറ്റി ചുറ്റും നിൽക്കുന്ന സാക്ഷികളെ അല്ല, ഹല്ലേലൂയ, വിശ്വസ്ത സാക്ഷിയെ പൂർത്തി വരുത്തുന്നവന് യേശുവിനെ നോക്കി ഓടണമെന്നാണ് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഓട്ടം എപ്പോഴും യേശുവിന്റെ മുഖത്ത് നോക്കി ഓടുക. പ്രിയ മക്കൾ, എത്ര പേര് കർത്താവിന്റെ മുഖത്ത് നോക്കി ദിവസങ്ങളിൽ നമ്മുടെ ജീവിതം, നമ്മുടെ ഓട്ടം, നമ്മുടെ ഈ ജീവിതമാവുന്ന ഓട്ടത്തിൽ എത്ര പേര് യേശുവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പ്രിയതേ, നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഓട്ടം തികക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഓടുന്ന വ്യക്തികൾ ഹല്ലേലൂയ, കളിക്കാരൻ കളിക്കളത്തിൽ ഇറങ്ങുന്നത് പോലെയാണ്. ഹല്ലേലൂയ. അവരിറങ്ങുമ്പോൾ എന്താണ്? അവനെ ഒരുങ്ങിയാണ് ഇറങ്ങുന്നത്. സ്തോത്രം. അതുപോലെ പ്രിയതേ മക്കളെ, നമ്മൾ പ്രാർത്ഥനാ ജീവിതം അങ്ങനെ ആയിരിക്കണം. പ്രിയതേ മക്കളെ, പ്രാർത്ഥനക്കായിട്ടിരിക്കുമ്പോൾ വെറുതെ അങ്ങോട്ട് ഓടിച്ചെന്ന് പ്രാർത്ഥിക്കുവാനല്ല. ഹല്ലേലൂയ. എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മളെ തന്നെ ശുദ്ധീകരിച്ച്, നമ്മളെ തന്നെ കഴുകി, നമ്മളിലുള്ള എല്ലാ പാപങ്ങളും കഴുകി ശുദ്ധീകരിച്ച് ശുദ്ധ ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോഴേ പ്രിയതേ മക്കളെ നമ്മുടെ പ്രാർത്ഥനക്ക് മറുപടി ഉണ്ടാവുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അല്ലാണ്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി പ്രയാസങ്ങളും, ഒത്തിരി സങ്കടങ്ങളും, ഒത്തിരി രോഗത്തെക്കുറിച്ചുള്ള ചിന്തകളും, അങ്ങനെ എല്ലാ പല കാരണങ്ങളുമായിട്ട് പലവിധ വിഷയങ്ങളും കൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന ഒന്നിനും മറുപടി ലഭിക്കില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് മറുപടി ലഭിക്കണമെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ചെയ്യേണ്ടത്, എപ്പോഴും ചെയ്യേണ്ടതെന്ന് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുക. ഹല്ലേലൂയ. അതേപോലെ ഓരോ നമ്മളുള്ള എന്തെല്ലാം കുറവുകളുണ്ടെന്ന് അത് നോക്കി നികത്തി പോയാൽ മാത്രമേ നമുക്ക് ഈ ലോകത്ത് നമ്മൾ ഈ ചെയ്യുന്ന നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ, എല്ലാ മൂവ്മെന്റ്സും അറിയുന്ന നമ്മുടെ കർത്താവിനാണ് നമ്മൾ ആരാധിക്കുന്നത്, സ്തുതിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയതേ, ആ ബോധം നമുക്ക് വേണം. നമ്മുടെ കർത്താവ് ആരാണെന്നുള്ളൊരു ബോധം നമുക്ക് വേണം. അവൻ സർവശക്തനായ ദൈവമാണ്. അവൻ സർവവ്യാപിയായ ഒരു ദൈവമാണ്. അപ്പൊ അവൻ നമ്മുടെ നിലവുകൾ അറിയുന്നുണ്ടെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം പ്രിയതേ മക്കളെ നമ്മൾ പ്രാർത്ഥിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രവർത്തികൾ ചെയ്യുവാനും. അവനറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന ആ ഒരു ബോധത്തോട് വേണം പ്രിയതേ മക്കളെ നമ്മുടെ ഓരോ ദിവസം മുന്നോട്ട്. ഇതിന് ആധാരമാക്കി നമുക്ക് ഫിലിപ്പിയറിന്റെ 3:8 വാക്യം ഒന്ന് വായിക്കാം. അത്രയുമല്ല എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മൾ കർത്താവിന്റെ ആ ശ്രേഷ്ഠത മനസ്സിലാക്കിയ ആ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു ഓരോ കാര്യങ്ങളല്ല കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ദിവസം തന്നെ നമുക്ക് തന്ന ഈ ദിവസത്തിൽ എന്തെല്ലാം സംഭവിച്ചു. പക്ഷെ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒരു അറിവില്ല. നമ്മൾ ന്യൂസ് ചാനൽ അവിടെ ഇവിടെ നിന്നൊക്കെ പല കാര്യങ്ങളും ഇത്തിരി കുറച്ചൊക്കെ അറിയുന്നല്ലാണ്ട് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഓരോരുത്തരും ഈ ഭൂമിയിൽ എത്രയോ കോടാനുകോടി ജനങ്ങളുണ്ട്. ഇത്രയും പേരുടെ കാര്യങ്ങളെല്ലാം, എല്ലാവരുടെയും നിലവുകൾ, എല്ലാവരുടെയും കാര്യങ്ങൾ, ഓരോ മൂമെന്റ്സും അറിയുന്ന ഒരേ ഒരു ശക്തി ഉണ്ടെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം. അതുകൊണ്ട് ആ ശക്തിയുടെ വലിപ്പം അറിഞ്ഞിട്ട് വേണം പ്രിയ ദൈവമക്കളെ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുവാനും കർത്താവിന്റെ മുമ്പിലായിരിക്കാനും വിശുദ്ധിയോടും വേർപാടോടും ഇരിക്കുവാനല്ല നമ്മൾ ഒരുങ്ങണം. ആ ശക്തിയുടെ വലിപ്പം നമ്മളൊന്ന് അറിയണം പ്രിയ ദൈവമക്കളെ. അല്ലാണ്ട് നമ്മൾ വെറുതെ ഒരു വിഗ്രഹത്തെ ആരാധിക്കുന്നത് പോലെയല്ല നമ്മുടെ കർത്താവായ യേശുവിനെ ആരാധിക്കണം. നമ്മളെ കർത്താവിന് നമ്മുടെ പൈസയോ ഒന്നും ഒരു നേർച്ച കാഴ്ച ഒന്നും അവിടെ ആവശ്യമില്ല. കർത്താവിന് ആകെ ആവശ്യമുള്ള നമ്മളിൽ നിന്നുള്ള നമ്മൾ സന്തോഷത്തോടെയുള്ള സ്തോത്രം പറയില്ല. ഹല്ലേലൂയ. എത്ര പേരൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും പ്രിയ ദൈവമക്കളെ. നമ്മളൊന്നും കൊടുക്കണ്ടല്ലോ, അങ്ങോട്ടൊന്നും കൊടുക്കണ്ടല്ലോ. സന്തോഷത്തോടെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഉയരണം പ്രിയ ദൈവമക്കളെ. സന്തോഷത്തോടുള്ള സ്തോത്രം ഉയരണം പ്രിയ ദൈവമക്കളെ. ഈ ദിവസങ്ങളിലെല്ലാം ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ. അതായത് ഈ എബ്രായറിന്റെ ഓരോ അധ്യായം നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ 1, 2 അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. ആ അധ്യായത്തിൽ പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായവനാണെന്ന് പറഞ്ഞ സ്തോത്രം. ഒന്ന് ആലോചിച്ച് നോക്കി. എല്ലാ ദൂതന്മാരെക്കാളും ശ്രേഷ്ഠനായ ക്രിസ്തുവിനാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ ആ കർത്താവിന്റെ വലിപ്പം ഒന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ മഹത്വം ഒന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയതമക്കളെ, നമ്മൾ എന്തിനാണ് നമ്മൾ വേദനിക്കുന്നത്, എന്തിനാണ് നമ്മൾ പ്രയാസപ്പെടുന്നത്, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ എന്താവശ്യം വന്നാലും എന്ത് വേദന വന്നാലും അതെല്ലാം
എല്ലാ ഭാരങ്ങളും ഇറക്കി വെക്കാൻ കഴിവുള്ള ആ ഒരു സ്വർഗത്തിലെ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇതെല്ലാം നീക്കി തരുവാൻ, ഈ പ്രയാസങ്ങൾ മാറ്റി തരുവാൻ എല്ലാം കഴിവുള്ളവനാണ്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവരെ ശക്തിയുടെ വലിപ്പം അറിഞ്ഞുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ വേണ്ടി. അല്ലാണ്ട് നിസ്സാരമായ ഒരു കാര്യത്തെ ഒരു വ്യക്തിയോട് പോയി സംസാരിക്കുന്നത് പോലെയല്ല നമ്മുടെ കർത്താവിനോട് നമ്മൾ വിശുദ്ധിയോടും വേർപാടും ബഹുമാനത്തോടും വേണം കർത്താവിനോട് നമ്മുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ. അല്ലാണ്ട് ഓടിച്ചെന്ന് ഒരു പായിട്ടിരുന്ന് അങ്ങോട്ട് കുറെ പറയുന്നതല്ല പ്രിയ ദൈവമക്കളെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ഹൃദയത്തിൽ പല വിഷയങ്ങൾ പിശാച് പല രീതിയിൽ നമ്മൾ തളർന്നു പോകും, പതറും, നമുക്ക് പറ്റില്ല, മുന്നോട്ട് പോകാൻ ഒരു ദിവസം പോലും നമുക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വാതുകെട്ടി പിശാച് നിൽക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ എല്ലാ വേദനകളും പ്രയാസങ്ങളും നമ്മൾ തുടച്ചു മാറ്റണം. അതിനെന്താ നമ്മൾക്കൊരു സ്ഥിരത വേണം, ഒരു വിശ്വാസം വേണം. കാരണം കർത്താവ് ആരാണ്, ഈ ശക്തി എന്താണ് നമ്മൾ അറിഞ്ഞു വേണം നമ്മൾ പ്രാർത്ഥിക്കുവാൻ. പ്രിയതകൾ അതേപോലെ ഹല്ലേലൂയ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹല്ലേലൂയ 3-ാമത്തെ അധ്യായത്തിൽ എബ്രായരുടെ 3-ാം അധ്യായം നോക്കിയപ്പോൾ അതില് പറയുന്നത് മോശയേക്കാൾ ശ്രേഷ്ഠനായ ക്രിസ്തു എന്നാ പറഞ്ഞ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എടുത്തു നോക്കിയ പഴയ കാലത്തിലെ എല്ലാ ആളുകളെയും എടുത്തു, എല്ലാ വിശുദ്ധന്മാരെയും എടുത്തു നോക്കി അവരെക്കാളെല്ലാം ശ്രേഷ്ഠനാണെന്നാണ് വചനം പറയുന്നത്. സ്തോത്രം. അപ്പൊ ഒന്ന് ആലോചിക്കും, ഹല്ലേലൂയ, ഇവരെക്കാൾ ഈ ലോകത്തിലുള്ള എല്ലാവരെക്കാളും ശ്രേഷ്ഠനായ ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ സ്തുതിക്കുമ്പോൾ എങ്ങനെ കർത്താവിനെ ഹല്ലേലൂയ നമ്മൾ എങ്ങനെ എത്ര സ്തുതിച്ചാലും മഹത്വപ്പെടുത്തി ആ ശക്തി ഒന്ന് ആലോചിച്ച് നോക്ക് പ്രിയതം. നമ്മൾ എന്തിനു ഭാരപ്പെടണം? ഇപ്പൊ ഒരു ചെറിയൊരു രോഗം വന്നാൽ തന്നെ എല്ലാവരും തളർന്നു പോകാൻ, സ്തോത്രം, തീർന്നു, ഇതേ പോയി കോവിഡ് വന്ന് എല്ലാവരും പോയി തീർന്നു. അങ്ങനെയല്ല പ്രിയതേ മക്കളെ. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ ആരാധിക്കുക. കാരണം നമ്മുടെ അപ്പനോട് പറയുക, വിഷയങ്ങൾ പറയും. ഇപ്പൊ തന്നെ ഹല്ലേലൂയ രോഗമൊന്നും വന്ന് എത്രയോ പേര് ഭയന്ന് വിറച്ചു ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങാതെ എത്രയോ പേര്. അതൊന്നും ആവശ്യം. നമ്മുടെ ഉള്ളിൽ ഭയം വരുന്നത് എന്താ? നമുക്ക് രോഗം വരണമെന്ന് തീരുമാനിക്കണം. എല്ലാം ചെയ്യുന്നത് കർത്താവാണ്. നമ്മളത് വിശ്വസിക്കണം. നമ്മളുടെ ഭവനത്തിൽ ഈ രോഗം കടന്നു വരണമെന്ന് അത് കർത്താവ് അനുവദിക്കാതെ വരില്ല. അപ്പൊ നമ്മളെന്താ വിശ്വാസത്തോടെ ഇരിക്കുക. എൻ്റെ അപ്പൻ എൻ്റെ ഭവനത്തിന്റെ മേൽ ഒരു ബാധയും അയക്കൂല. കാരണം എൻ്റെ ഭവനം യേശുവിന്റെ ഭവനമാണ്. എൻ്റെ ഭവനത്തിൽ യേശുവിന്റെ രക്തം തളിച്ച ഭവനമാണ്. ഈ ഭവനത്തിൽ സാത്താൻ കടക്കില്ല. അങ്ങനെ നമ്മൾ വിശ്വാസത്തോടെ നമ്മളത് കമാൻഡ് ചെയ്യുമ്പോൾ തന്നെ പ്രിയ ദൈവങ്ങളെ എല്ലാ പ്രതികൂലങ്ങളും ഈ സാഹചര്യത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രതികൂലം മാറിപ്പോകുന്നത് കാണാൻ പറ്റും പ്രിയ ദൈവങ്ങളെ. അതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ വേദനയോടെ പ്രയാസത്തോടിരിക്കുന്ന ദൈവമക്കളോടാണ് ഞാൻ പറയുന്നത്, നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുക. നമ്മൾ ചിന്തിക്കുക, നമ്മൾ ആരാധിക്കുന്ന കർത്താവ് ആരാണെന്നൊന്ന് ചിന്തിക്കുക. നമ്മളത് ചിന്തിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മൾ അവന്റെ അളവറ്റ വലിപ്പം ഒന്ന് അറിഞ്ഞു കഴിയുമ്പോൾ തന്നെ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രിയ മക്കളെ നമ്മൾ കർത്താവിനോട് പാദപീഠത്തിൽ അടുത്ത് ചെന്ന് ഹല്ലേലൂയ കൂടുതലായി അടുക്കാൻ ഇന്ന് വരെ നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയല്ല പോരാ. നമ്മൾ കഴിഞ്ഞ നിമിഷം വരെ ചെയ്തതുപോലെയല്ല പോരാ. എൻ്റെ അപ്പൻ്റെ പാദപീഠത്തെങ്കിൽ ഞാൻ ഇരിക്കും. ഇനി ഞാൻ വേറെ പാപങ്ങളൊന്നും ചെയ്യൂല. എൻ്റെ അപ്പം പറയുന്നതല്ലാതെ ഞാൻ ഒന്നും ചെയ്യൂല. അങ്ങനത്തെ ഒരു സ്ഥിരതയോടുകൂടി വേറെ ഒന്നും ശ്രദ്ധിക്കാതെ, വേറെ ലോകത്തെ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാതെ ഞാൻ ഇന്ന് എങ്ങനെ ജീവിക്കും, നാളെ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അന്നന്ന് വേണ്ടത് തരുവാൻ നമ്മുടെ സ്വർഗത്തിലെ ദൈവം മതിയായവനാണ്. നമ്മളത് വിശ്വസിക്കുമ്പോൾ നമ്മുടെ ദിനം തോറുമുള്ള കാര്യങ്ങൾ, നമ്മുടെ വിശ്വാസമാണ് പ്രിയ മക്കളെ നമ്മുടെ ഓരോ കാര്യങ്ങളും നടന്നു പോകുന്നത്. കാരണം നമ്മുടെ വിശ്വാസം, കാരണം എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയുന്നവനുണ്ട്, എൻ്റെ കൂടെയുണ്ട്. ഈ ലോകത്തെക്കാൾ വലിയവനാണ്. അവൻ ശ്രേഷ്ഠനായ ക്രിസ്തുവാണ്. യോശുവയേക്കാൾ ശ്രേഷ്ഠനായ ക്രിസ്തുവാണ്. അവൻ അബ്രഹാമിനേക്കാൾ പഴയ വിശ്വാസികളെല്ലായിടത്തും നമ്മൾ നമ്മളിങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മളുടെ മേൽ ഒരു അഭിഷേകം വ്യാപരിക്കുകയാണ് പ്രിയ ദൈവമക്കളെ. അഭിഷേകത്തിന് ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കണം. കാരണം നമ്മുടെ കർത്താവിനെ എത്രത്തോളം നമുക്ക് പുകഴ്ത്തുവാൻ പറ്റും അത്രത്തോളം നമ്മൾ പുകഴ്ത്തുക. നമ്മുടെ ദൈവത്തെ അങ്ങനെ നമ്മൾ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ തന്നെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലെ പല ഭാരങ്ങളും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടുമാറും. കാരണം എന്താ? അവൻ നമ്മളൊന്നും അല്ല എന്ന് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കർത്താവാണ് വലിയവൻ, ഈ ലോകത്തെക്കാൾ നമ്മൾ പറയും വചനം ഈ ലോകത്തേക്കാൾ വരെ. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും പല ചിന്തകളാണ്. എൻ്റെ കാര്യങ്ങളെ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ എനിക്കിപ്പോൾ എന്താ ചെയ്യും, എൻ്റെ മക്കളുടെ കാര്യം എന്ത് ചെയ്യും, എൻ്റെ ജോലി, എൻ്റെ ബിസിനസ്, എൻ്റെ വീട്ടിലെ കാര്യം, ഇങ്ങനെ 100 കൂട്ടം
ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ കിടന്ന് കളി, അത് പാടില്ല പ്രിയ ദൈവമക്കളെ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഇതൊന്നും നമ്മുടെ വിഷയങ്ങളല്ല. നമ്മുടെ ജീവിതം, നമ്മുടെ ഈ ഓട്ടം നമ്മൾ തീരുന്നത് വരെ ഓടാനും എല്ലാം നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തി തരുവാൻ കഴിവുള്ളത് നമ്മുടെ കർത്താവിന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ബലവും നമ്മുടെ ഓട്ടവും ഒന്നുമല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം നമ്മുടെ കർത്താവ് തന്ന ദാനമാണ്. ആ ജീവിതം ഓടി തീർക്കണമെങ്കിൽ കർത്താവ് തന്നെ കൂടെ വേണം. അതില്ലെങ്കിൽ, കർത്താവിന്റെ സാന്നിധ്യം നമ്മളിൽ ഇല്ലെങ്കിൽ നമുക്ക് ഓടാൻ പറ്റത്തില്ല, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ സാത്താൻ അതേപോലെ നമ്മളെ തകർത്തുകളെ. അതുകൊണ്ട് പ്രിയ ദൈവങ്ങളെ, ഈ ദിവസങ്ങളിൽ സാത്താന് അടിമപ്പെടാതെ, ഭയപ്പെടാതെ, ഭയമെന്ന പിശാചിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓടിച്ചു കളഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ, സ്ഥിരതയോടെ, എൻ്റെ അപ്പൻ എൻ്റെ കൂടെയുണ്ട്, ഞാൻ എന്തിനാ ഭയപ്പെടും, ഈ ലോകത്തുള്ള ആൾക്കാരെ എന്തിനു നോക്കണം, ചുറ്റുപാടുള്ള ആൾക്കാരെ എന്തിനു നോക്കണം, എൻ്റെ കടഭാരത്തെ എന്തിനു ഞാൻ നോക്കണം, ഇതെല്ലാം മാറ്റിത്തരാൻ കഴിവുള്ളവനാണല്ലോ എൻ്റെ ദൈവം. അങ്ങനെ നമ്മൾ അവൻ്റെ അളവറ്റ വലിപ്പത്തെക്കുറിച്ച് ചിന്തിക്കുക. ഹല്ലേലൂയ. അവൻ അഹരോനേക്കാൾ ശ്രേഷ്ഠനായ ക്രിസ്തു, അബ്രഹാമിനേക്കാൾ ശ്രേഷ്ഠനായ ക്രിസ്തു, ലേവ്യ പൗരോഹിത്യനേക്കാൾ ശ്രേഷ്ഠൻ, പഴയ നിയമ ശുശ്രൂഷകന്മാരെക്കാൾ ശ്രേഷ്ഠൻ. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ, വചനം പറയുമ്പോൾ ഇതെല്ലാവരെക്കാളും ശ്രേഷ്ഠം. പക്ഷെ നമ്മൾ ഒരു കാര്യം കർത്താവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര പ്രയാസമാണ് നമുക്ക്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയല്ല, അസ്ഥിര മനസ്സായിട്ടല്ല, നമ്മൾ സ്ഥിരതയോടെ, നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണമെങ്കിൽ എന്താ, നമ്മുടെ കർത്താവിൻ്റെ വലിപ്പം അറിഞ്ഞുകൊണ്ട്, അവൻ്റെ ശക്തി അറിഞ്ഞുകൊണ്ട്, അവൻ്റെ ബലം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഓടിയ പ്രിയ ദൈവമക്കളെ, നിശ്ചയമായി നമുക്ക് ഈ ഓട്ടത്തിൽ നമുക്ക് ജയിക്കാൻ പറ്റും. നമ്മൾ ഒരിക്കലും പുറയിലോട്ട് പോകില്ല, നമ്മൾ തോറ്റു പോകില്ല. നമ്മൾ തോറ്റു പോകാണ്ടിരിക്കാൻ നമ്മുടെ കൂടെ ഓടേണ്ടത്, നമ്മുടെ കൂടെ ഓടുന്നവൻ, കൂടെ നടക്കുന്നവൻ, നമ്മൾ എവിടെ പോയാലും അവൻ്റെ സാന്നിധ്യത്തോടെ പോടണേ. നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വരും എന്നാണ് കർത്താവ് പറയുന്നത്. സ്വതം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞാൻ പറയണം, ആരൊക്കെയോ വേദനയോടെ പ്രയാസത്തോടെ ഇരിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ, വേദനിക്കാതെ പ്രയാസപ്പെടും. നമ്മൾ അങ്ങനെ ശാരീരികമായി തളരാതെ, പതറാതെ, നമ്മൾ ഒന്നിനോർത്ത് വേദനിക്കാതെ നമ്മുടെ ഈ ഭാരങ്ങളെല്ലാം വിട്ടൊഴിയുക. അത് ഹൃദയത്തിൽ നിന്ന് വിട്ടുകളാ. നമ്മൾ പ്രാർത്ഥനയ്ക്കാനിരിക്കുമ്പോൾ ഫ്രീ മൈൻഡായിട്ടിരിക്കും. കാരണം ഇതെന്താ, നമ്മുടെ അപ്പൻ്റെ അടുത്താണ് നമ്മൾ വന്നേക്കണം. നമ്മൾ എന്തിനാ ഭാരപ്പെടണം? അങ്ങനെ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഒരുക്കി കഴിയുമ്പോൾ, നമ്മുടെ ആ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കുക, കഴുകുക. അങ്ങനെ ചെയ്താൽ നിശ്ചയമായി നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മധ്യ ദൈവ അത്ഭുതം ചെയ്യപ്പെടുക. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളെപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക. അവൻ ചെയ്ത പ്രവർത്തികളെ കുറിച്ച് ചിന്തിക്കുക, അവൻ ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് ചിന്തിക്കുക. ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ തന്നെ ഒരു മഹത്വം നമ്മൾ ഒരു പ്രത്യേക ഒരു മഹത്വം നമ്മൾ അവരുടെ ശക്തിയുടെ വലിപ്പം അറിയണം. ഇത്രയും നമ്മളൊക്കെ ഒന്നും ചിരിക്കാൻ കഴിയാത്തതിൻ്റെ അപ്പുറത്ത് ശക്തിയുള്ള ആ ഒരു സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ ചിന്ത ചെയ്യുമ്പോൾ പ്രിയ ദൈവങ്ങളെ, നമ്മുടെ വേദനകളും പ്രയാസങ്ങളും എല്ലാം നമ്മളെ വിട്ടു ഒഴിഞ്ഞു പോകും. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയുടെ രീതികൾ മാറ്റുക. കേട്ട വചനം അതെടുത്ത് ആ വചനത്തിൻ്റെ ശക്തി, ആ വചനത്തിൽ പറയുന്ന ആ ശക്തികളെല്ലാം നമ്മളൊന്ന് നോക്കിയ ഹല്ലേലൂയ. ആ 1-ാം വാക്യത്തിൽ പറയുന്നത്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട്, അല്ലെ, അവസാനത്തെ ഓട്ടം സ്ഥിരതയോട്. നമ്മളുടെ ഓട്ടം എപ്പോഴും സ്ഥിരതയോടെ ആയിരിക്കണം. കാരണം നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ, അവൻ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ഓട്ടം ഞാൻ തികയ്ക്കും, എന്നെ പുറകോട്ട് വലിക്കാൻ ശക്തിക്കും കഴിയില്ല. അങ്ങനെ നമ്മൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിന്ന പ്രിയ ദൈവമക്കളെ, നമുക്ക് നിശ്ചയമായും നമ്മുടെ ജീവിതം വിജയമായിരിക്കും. കാരണം ഓടുമ്പോൾ നമ്മുടെ ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ ജീവിതമാവുന്ന ഓട്ടക്കളത്തിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒപ്പം കർത്താവ് ഉണ്ടെങ്കിൽ, നമ്മുടെ ഒപ്പം ഓടുന്നത് കർത്താവാണെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന മണ്ഡലത്തിൽ നമുക്ക് എത്താൻ പറ്റും പ്രിയ ദൈവങ്ങളെ. അതുകൊണ്ട് ഈ ദിവസങ്ങളിലെല്ലാം നമ്മുടെ ഓട്ടം യേശുവിനോടൊപ്പം ഓടുവാൻ, യേശു നമ്മുടെ ഒപ്പം വരുവാൻ നമ്മളതിനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതം അതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയം അതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, നിശ്ചയമായും പ്രിയ ദൈവങ്ങളെ നമ്മുടെ വിഷയങ്ങളൊന്നുമല്ല, നമ്മളുടെ ഇപ്പോഴത്തെ കഷ്ടതകളും പ്രയാസങ്ങളും ഒന്നുമല്ല. കാരണം നമ്മൾ പരിപൂർണമായി വിശ്വസിച്ചോളൂ. കർത്താവിന്റെ ഭാഗത്തുണ്ടെങ്കിൽ നിശ്ചയമായി എത്ര വലിയ പ്രതികൂലമാണെങ്കിലും, നിന്റെ ജീവിതത്തിൽ എത്ര പ്രയാസമാണെങ്കിലും, ആ പ്രയാസമെല്ലാം വിട്ടു
മാറി നമ്മൾ പുതിയ പുതിയ സൃഷ്ടിയായി മാറുന്നത് പോലെ നമ്മുടെ ജീവിതം തന്നെ മാറി മാറി നമുക്ക് കാണും. കാരണം നമ്മുടെ വിശ്വാസമാണ്. നമ്മൾ എത്രത്തോളം കർത്താവിന്റെ ആ വലിപ്പം അറിഞ്ഞ് നമ്മൾ വിശ്വസിക്കുന്നു, അത്രത്തോളം നമുക്ക് വിടുതൽ. അതുകൊണ്ട് ഈ ദിവസങ്ങൾ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാ ദൈവസേനയിൽ നമ്മളെപ്പോഴും പറയുന്നത്, നിന്റെ ഭാരം യഹോവങ്കിൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുന്ന വചനം പറയുന്നുണ്ട്. സ്തോത്രം. പക്ഷെ ആരും അങ്ങനെ പറഞ്ഞ് കേട്ടാലും അപ്പം കേൾക്കും, പക്ഷെ എന്നാലും നമ്മുടെ ഹൃദയത്തിലെ ഭാരം അങ്ങോട്ട് വിട്ടുമാറില്ല. അതങ്ങനെ അത് കിടക്കാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കരുത്. പ്രിയതമക്കളെ, നമ്മൾ ആ ഹൃദയത്തിൽ നമ്മൾ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എന്നെ വ്യാപരിച്ചിരിക്കുന്ന ആ വേദന, പ്രയാസ ഹൃദയത്തെ തളർത്തുന്ന വേദന യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. അങ്ങനെ നമ്മളൊരു 10 പ്രാവശ്യം പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ആ വേദന വിട്ടുമാറുന്ന കാണാൻ പറ്റും. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ഇനി അങ്ങനെയാണ് ഒരുങ്ങുന്നത്. കാരണം നമ്മുടെ യേശു നമുക്ക് അനുവദിച്ചിരിക്കുന്ന ആ ജീവിതം, ചെറിയൊരു ജീവിതം, ചെറിയ കുറച്ച് സമയം നമുക്കുള്ളൂ. ആ ഓട്ടം തികക്കുവാൻ കർത്താവ് പറഞ്ഞ പോലെ ഓടി തികക്കുവാൻ നമ്മൾ ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ ഒരുങ്ങുക. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അതുപോലെ ഈ ലോകത്ത് നടക്കുന്ന ഇപ്പം എല്ലാ വിഷയങ്ങളും ദൈവകരങ്ങളിൽ കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, ഇതെല്ലാ വിഷയങ്ങൾക്കും മറുപടി തരുവാൻ, എല്ലാത്തിനും വിടുതൽ തരുവാൻ കഴിവുള്ളതിൻ്റെ കരങ്ങളിലാണ് നമ്മൾ ഈ വിഷയം കൊടുക്കുന്നത്. ആ ഒരു ചിന്തയോടുകൂടി നമ്മൾ വിഷയങ്ങൾ ഏൽപ്പിക്കുമ്പോൾ നിശ്ചയമായും പ്രിയതമകൾ ഇതെല്ലാം വിട്ടുമാറും. ഈ ബാധയെല്ലാം ഒഴിഞ്ഞു മാറും. ഈ രോഗങ്ങളെല്ലാം ഈ ഭൂമി വിട്ടുമാറും. പക്ഷെ നമ്മളുടെ എല്ലാം പ്രാർത്ഥനയുടെ രീതി അങ്ങനെ ആയിരിക്കണം. വിശ്വാസത്തോടെ പ്രാർത്ഥന, അതേപോലെ സ്ഥിരതയോടെ നിൽക്കുക, ഓട്ടം സ്ഥിരതയോടെ ആക്കുക. നമ്മുടെ ഹൃദയത്തിലെ പാപങ്ങളെല്ലാം നാം കഴുകിക്കളയുക. അല്ലാണ്ട് നമ്മൾ ഹൃദയത്തിലെ പാപവും വെച്ചിട്ട് അഭാരവും വെച്ചിട്ട് നമ്മൾ ഓടിയാൽ ഒരിക്കലും നമുക്ക് ഓട്ടം തേക്കാൻ പറ്റില്ല പ്രിയതമക്കളെ. അതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്നെ ശ്രവിച്ച പ്രത്യേക റോസ്ലിനെ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന നാമത്തിൽ നന്ദി പറയാണ്. അതേപോലെ ഈ ഗ്രൂപ്പിലെല്ലാ ആമിനെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു നന്ദി പറയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ ശ്രവിക്കുന്ന എല്ലാ മെമ്പേഴ്സിനും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. എന്നെ ശ്രവിച്ച എല്ലാ ദൈവമക്കൾക്കും യേശുവിന്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും മധ്യ ദൈവം അത്ഭുതം ചെയ്യട്ടെ. ഈ ദിവസങ്ങളിൽ വ്യത്യാസം വരുത്തുന്ന പ്രിയ ദൈവമക്കളെ, നമ്മളുടെ പ്രാർത്ഥന രീതികൾ മാറുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം മാറി. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളായിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ പാദപീഠത്തിൽ നമ്മളായിരിക്കുമ്പോൾ അവന്റെ ശക്തിയുടെ വലിപ്പം അറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും നിന്റെ ജീവിതത്തിൽ വ്യത്യാസം വരും. നിശ്ചയമായും നിനക്ക് വ്യത്യാസം. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ഗോഡ് ബ്ലസ് യു ഓൾ. സ്തോത്രം.